ഗോവയിലെ ബി.ജെ.പിയെയും അവിടുത്തെ സുപ്രധാനമായ ചർച്ചകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളയാളാണ് മനോഹർ പാരിക്കറിനെ പോലെ തന്നെ ആർലേക്കറും. അപ്പോൾ ആ അർത്ഥത്തിൽ ഗോവ എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിസ്തീയ സമുദായത്തെ സ്വാധീനിച്ചുകൊണ്ട് ഒരു സോഫ്റ്റ് ഹിന്ദുത്വം മാത്രം മുന്നിൽ വെച്ച് NDAക്ക് ബി.ജെ.പിക്ക് അധികാരത്തിൽ വരുന്നതിനുള്ള വഴിയൊരുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് ആർലേക്കർ എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബീഹാർ ഗവർണർ എന്നുള്ള പദവി തന്നെ നൽകി ബി.ജെ.പിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും എലിവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എന്താണ്, കേരളത്തിൽ എന്താണ് ബി.ജെ.പി ഉന്നമിക്കുന്ന ഒരു രാഷ്ട്രീയ സമവാക്യം എന്ന് പറയുന്നത്? ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം എന്നുള്ളതാണ്. അത് വിജയിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വലിയ വിവാദമായത് രാജ്യത്തെമ്പാടും പള്ളികൾ ആക്രമിക്കപ്പെടുകയും ക്രിസ്തീയ വിശ്വാസികൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ബിഷപ്പ് കൗൺസിൽ പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്തി ക്രിസ്മസ് ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിവാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലെന്നും പ്രധാനമന്ത്രിയുമായി നല്ല ബന്ധമുണ്ടാകുന്നത് നല്ലതാണെന്നുമൊക്കെയാണ് വലിയ ബിഷപ്പുമാർ തന്നെ ഇവിടെ വിശദീകരിച്ചത്.